പലർക്കുള്ള ഒരു സംശയമാണ് എന്താണ് വെബ് ഡെവലപ്മെന്റ്, എന്താണ് ആപ്പ് ഡെവലപ്മെന്റ്, ഇതിൽ ഏതാണ് ബിഗിനർ എന്ന ലെവലിൽ ഞാൻ സെലക്ട് ചെയ്യേണ്ടത്, അതിന് കാരണം എന്താണ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും കൺഫ്യൂഷൻസും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയിട്ടില്ല. ദിസ് ഈസ് ദ റൈറ്റ് വീഡിയോ ദാറ്റ് യു മസ്റ്റ് വാച്ച്. നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കാര്യങ്ങളല്ല, ഒന്നിലധികം കാര്യങ്ങളാണ്. എന്താണ് വെബ് ഡെവലപ്മെന്റ്, എന്താണ് ആപ്പ് ഡെവലപ്മെന്റ്, എന്തെല്ലാം ലാംഗ്വേജസ് ആണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ വെബ് ഡെവലപ്മെന്റ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഡെവലപ്മെന്റ് ചൂസ് ചെയ്യണം, വൈ ആൻഡ് വിച്ച്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഏതാണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഫൈനലി നമ്മൾ ഇതിന്റെ സാലറി പാർട്ടും ഡിസ്കസ് ചെയ്യും. മൈ നെയിം ഈസ് റദ്വാൻ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമുക്ക് വെബ് ഡെവലപ്മെന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ വെബ് ഡെവലപ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് എന്താണ്? പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ വരുത്തി തരാം. നമുക്ക് Amazon.com നിന്ന് തുടങ്ങാം. സോ Amazon.com എന്ന് പറയുന്നത് അതൊരു വെബ്സൈറ്റ് ആണ്. അതേസമയം ഇനി ആപ്പ് ഡെവലപ്മെന്റിലേക്ക് വരികയാണെങ്കിൽ വാട്സ്ആപ്പ് അതൊരു ആപ്ലിക്കേഷൻ ആണ്, ഇൻസ്റ്റഗ്രാം അതൊരു ആപ്ലിക്കേഷൻ ആണ്. സോ ബേസിക്കലി എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? ആക്ച്വലി വെബ് ഡെവലപ്മെന്റിന്റെയും അതുപോലെ തന്നെ ആപ്പ് ഡെവലപ്മെന്റിന്റെയും ഫ്ലോ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. വെബ് ഡെവലപ്മെന്റിന്റെ ഫ്ലോ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് കണ്ടാൽ മതി. ഇതിന്റെ ഇടയിൽ പോയി കാണണമെന്നില്ല, കാരണം അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷേ ലാംഗ്വേജസ് ഏതൊക്കെ പഠിക്കണം, എങ്ങനെ ഫ്ലോയിൽ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കിട്ടും. സോ എന്തായാലും നമ്മൾ ആ ഒരു ചെറിയ രീതിയിൽ ആ ഫ്ലോ പറഞ്ഞു പോവാം. വെബ് ഡെവലപ്മെന്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം HTML, CSS, JavaScript ആ രീതിയിലായിരിക്കും നമ്മൾ മൂവ് ചെയ്യുക. അതിനുശേഷം ഇപ്പം നിലവിൽ ട്രെൻഡിങ് ആയിട്ടുള്ള രണ്ട് പ്രധാന സ്റ്റാക്കുകൾ ഉണ്ട്, മേൺ സ്റ്റാക്ക് അതുപോലെ മീൻ സ്റ്റാക്ക്. പിന്നെ പൈത്തൺ വേണ്ടവർക്ക് അങ്ങനെ പോവാം, Django ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ .NET, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. സോ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ആപ്പ് ഡെവലപ്മെന്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉള്ള ലാംഗ്വേജസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനെ രണ്ടാക്കി തിരിക്കണം. ബേസ്ഡ് ഓൺ OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ബേസിൽ നമുക്ക് ആപ്പ് ഡെവലപ്മെന്റിനെ രണ്ടാക്കി തിരിക്കാം. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ആണ്. നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ആപ്പിളിന്റെ iOS ആണ്. സോ OSന്റെ ബേസിൽ ഇവർ രണ്ട് ചേരിയിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് ആൻഡ്രോയിഡിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ അവിടെ കോട്ട്ലിൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. പിന്നെ നമുക്കുള്ളത് ജാവയാണ്. ഇങ്ങനെ രണ്ട് ലാംഗ്വേജസ് ആണ് അവിടെ നമുക്കുള്ളത്. അതേസമയം നമ്മൾ iOSലേക്ക് വരുന്ന സമയത്ത് ഒബ്ജക്റ്റീവ് C ആയിരുന്നു ഒരുപാട് കാലം മുമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം നമ്മുടെ ആപ്പിളിന്റെ ടീം തന്നെ അവർ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു. അതാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ലാംഗ്വേജ്. അപ്പൊ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒബ്ജക്റ്റീവ് C ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ സിൻടാക്സ് കുറച്ചും കൂടി എളുപ്പമുള്ളതാണ്. അതുപോലെ തന്നെ 2.6 ടൈംസ് ഫാസ്റ്റർ ആണ് ഒബ്ജക്റ്റീവ് C ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ ബേസിക്കലി ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, വെബ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ ആപ്പ് ഡെവലപ്മെന്റും. ഇവിടെ നമ്മൾ രണ്ടായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തു. സോ അവിടെ തന്നെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് ആളുകൾക്ക് രണ്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ നിർമ്മിക്കേണ്ടതായിട്ട് വരില്ലേ? ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇന്ന് നിലവിൽ ഇന്ത്യയിൽ മാത്രം 20% ഐഫോൺ യൂസേഴ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് iOS ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ 20% ആ രീതിയിൽ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 80% ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണുള്ളത്. നാളെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മാറി വരും. നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നത് അറിയാൻ പറ്റില്ല, പക്ഷെ നാളെ ഇത് മാറും. ബട്ട് കറന്റ്ലി ഇതാണ് ഒരു അവസ്ഥ. സോ ബേസിക്കലി എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? രണ്ട് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ അറ്റ് എ ടൈം ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങളൊരു കമ്പനി തുടങ്ങാൻ പോവാണ്, ഓക്കെ, നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ആപ്പ് ആണെന്ന് വിചാരിച്ചു. സോ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? iOSൽ ആരാണോ ഇത് വാച്ച് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡിൽ ഇത് ആരാണോ യൂസ് ചെയ്യാൻ പോകുന്നത് അവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു സെറ്റപ്പ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഈസ് റിസ്കിയാണ്. സോ ആ ഒരു സമയത്താണ് നമ്മുടെ കുറച്ച് പിള്ളേരുടെ വരവ്. അടിപൊളി മറ്റു കുറച്ച് കോൺസെപ്റ്റുമായിട്ട് ആദ്യം എത്തുന്നത് നമ്മുടെ റിയാക്ട് നേറ്റീവ് ആണ്. റിയാക്ട് നേറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വെബ് ഡെവലപ്മെന്റ് ഒക്കെ പഠിച്ചവർക്ക് അറിയാം, അവിടെ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. റിയാക്ട് ഒക്കെ പഠിച്ചവർക്ക് റിയാക്ട് നേറ്റീവിലേക്ക് ജമ്പ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരുന്നു ഒരു ചാറ്റ് ആപ്ലിക്കേഷൻ ചെയ്യാൻ, അത് റിയാക്ട് നേറ്റീവ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ എനിക്ക് അത് ഈസി ആയിരുന്നു, കാരണം നമ്മൾ ആ റിയാക്ട് ജാവാസ്ക്രിപ്റ്റ് ആ ഒരു ഫ്ലോയിൽ വന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അതിനെ പിച്ച് ചെയ്യാൻ പറ്റി. സോ ഇതാണ് നമ്മുടെ റിയാക്ട് നേറ്റീവ്. അപ്പൊ എന്താണ് റിയാക്ട് നേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? രണ്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ രണ്ട് OSനെ ബേസ് ചെയ്തിട്ട് നിർമ്മിക്കേണ്ടി വരും. സോ അതിന് പകരം ഒറ്റ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നു വന്ന
ഒരാളാണ് റിയാക്ട് നേറ്റീവ് എന്ന് പറയുന്നത്. സോ റിയാക്ട് നേറ്റീവ് മാത്രമല്ല, നിങ്ങൾ ഏറ്റവും ഇപ്പൊ അടുത്ത് പോപ്പുലർ ആയിട്ട് കേട്ടിട്ടുണ്ടാവുക ഫ്ലട്ടർ എന്നായിരിക്കും. യെസ്, ഗൂഗിൾ കൊണ്ടുവന്ന സാധനമാണ് ഫ്ലട്ടർ. റിയാക്ട് നേറ്റീവ് നമ്മുടെ ഫേസ്ബുക്ക് കൊണ്ടുവന്ന സാധനമാണ് റിയാക്ട് നേറ്റീവ്. ഓക്കെ, അവരുടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നതാണ് റിയാക്ട് നേറ്റീവ്. അതേസമയം നമ്മുടെ ഫ്ലട്ടർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഗൂഗിൾ കൊണ്ടുവന്ന സംഭവമാണ്. സോ ഫ്ലട്ടർ അധികം പോപ്പുലർ അല്ല, പക്ഷേ റിയാക്ട് നേറ്റീവ് കോഡിംഗ് ഇൻഡസ്ട്രിയിൽ പോപ്പുലർ ആണ്. നിങ്ങൾക്കിടയിൽ ഫ്ലട്ടർ ആയിരിക്കും കുറച്ചും കൂടി പോപ്പുലർ. ഫ്ലട്ടറിൽ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇപ്പോഴും. അതിന് വലിയൊരു കമ്മ്യൂണിറ്റി ഇല്ല, പക്ഷേ റിയാക്ട് നേറ്റീവിന് ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ട്. സോ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പറയാൻ പറ്റത്തില്ല. ഇൻഡസ്ട്രിയിൽ കുറച്ചും കൂടി ആളുകൾ അറിയപ്പെടുന്നതും ഒരുപാട് യൂസ് ചെയ്യുന്നതും റിയാക്ട് നേറ്റീവ് ആണ്. ഫ്ലട്ടറിന് നിലവിൽ ഒരുപാട് ചാൻസസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഫ്ലട്ടറിൽ ഒരുപാട് അടിപൊളി കോൺസെപ്റ്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ ഒരു പിക്ചർ വെച്ചിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവാണ്. എന്തുകൊണ്ട് ആൻഡ് എന്തിന് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനായിരിക്കും നമ്മൾ വെബ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ആപ്ലിക്കേഷൻ? ഒന്നുപോലെ ഏതായാലും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിനകത്ത് വേറെ കുറെ ഡീവിയേഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ലാംഗ്വേജുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തിന് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ എനിക്ക് ഒരു ആവശ്യമുണ്ട്. ഞാൻ ഇപ്പം ജീവിക്കുന്നത് മുംബൈയിലാണ്. സോ എനിക്ക് കേരളത്തിലേക്ക് പോകണം. ഞാൻ എന്ത് ചെയ്യാണ്? ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവാണ്. ബേസിക്കലി ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു സൈറ്റിൽ അങ്ങോട്ട് കയറും. അല്ല, ഞാൻ ഗൂഗിളിലേക്ക് കയറും. ഒരു ബ്രൗസർ യൂസ് ചെയ്യും. ഞാൻ ബ്രൗസ് ചെയ്യും. ബേസിക്കലി ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുക? ഞാൻ ഒരു സൈറ്റിൽ പോയി വെക്കും. എന്റെ റിക്വയർമെന്റ് എന്താ? ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ എനിക്ക് നാട്ടിലേക്ക് എത്തണം. സോ ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സൈറ്റിൽ കയറും. അവിടെ റേറ്റ് കുറവുണ്ടോ എന്ന് നോക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ അടുത്ത സൈറ്റിലേക്ക് കയറും. എന്നിട്ട് എവിടെയാണോ വില കുറവുള്ളത് അവിടെ ഞാൻ പോകും. സോ ബേസിക്കലി ഇവിടെ എന്താണ്? ഒരു എമൗണ്ട് ആണ് അതിന്റെ മെയിൻ കാര്യം, അല്ലെ? പ്രൈസ് ആണ്. അപ്പൊ ഈ പ്രൈസ് എന്ന് പറയുമ്പോൾ പ്രൈസ് ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് ഒറ്റ കാര്യം മതി, ഏറ്റവും പ്രൈസ് കുറഞ്ഞ രീതിയിൽ എനിക്ക് എന്റെ നാട്ടിലെത്തണം, അത്രേ ഉള്ളൂ. സോ ഇത്തരം കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ആപ്പ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസേഴ്സ് സാധാരണ എന്താ ചെയ്യുക? ഇത് സൈറ്റിൽ പോയിട്ടാണ് ചെക്ക് ചെയ്യുക. സോ ബേസിക്കലി ആപ്പ് നിങ്ങൾ നേരെ പോയി നിർമ്മിച്ചു കഴിഞ്ഞാൽ അതൊരു ഫ്ലോപ്പ് ആവും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് സൈറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. നാവിഗേറ്റ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും പ്രൈസ് കുറഞ്ഞത് ചൂസ് ചെയ്യണം. സോ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഏതൊരു കോമൺ പേഴ്സൺ ആണെങ്കിലും നേരെ സൈറ്റിലേക്കാണ് കയറുക, അല്ലാതെ ആപ്പിലേക്ക് പോകില്ല. സോ നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടത് ഒരു ഡെവലപ്പർ എന്ന നിലയിലല്ല. നിങ്ങളൊരു കമ്പനി തുടങ്ങാൻ പോവുക, ആ രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ. ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് എന്തുകൊണ്ട് ശരിക്കും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം വെബ്സൈറ്റിൽ നിന്ന് തുടങ്ങുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞപ്പം Amazon.com എന്ന് പറഞ്ഞു. അതുപോലെ ഇനി ഫ്ലിപ്കാർട്ട് എടുത്തോ, ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക വെബ്സൈറ്റിൽ നിന്നായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? അതുപോലെ തന്നെ ടോപ്പ് റിപ്യൂട്ടഡ് കമ്പനീസ് നിങ്ങൾ ഇന്ന് കാണുന്നതൊക്കെ വെബ്സൈറ്റിൽ നിന്നായിരിക്കും അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. വെബ്സൈറ്റ് ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കണം, അതിന്റെ ചാർജ് 5 ലക്ഷം ആണെന്ന് വിചാരിക്കുക. അതേസമയം നിങ്ങൾക്ക് അതിന്റെ വെബ്സൈറ്റ് നിർമ്മിക്കാൻ ഏകദേശം 2 ലക്ഷം ആവുള്ളൂ. സോ ദിസ് ഈസ് ദ വൺ ഡിഫറൻസ്. നമ്പർ 2 എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതല്ല, ഇപ്പം പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ആപ്ലിക്കേഷൻസ് കിട്ടുക? ഒന്നെങ്കിൽ എന്തായിരിക്കും? പ്ലേ സ്റ്റോറിലായിരിക്കും ഉണ്ടാവുക, അല്ലേ? നമ്മുടെ ആൻഡ്രോയിഡിന്റെ കാര്യങ്ങളാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും. നമ്മുടെ iOSന്റെ കാര്യങ്ങളാണെങ്കിൽ ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ ഉണ്ടാവും. സോ ബേസിക്കലി സ്റ്റോറിനകത്താണ് ഈ സാധനം ഉള്ളത്. സോ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഒരു ആപ്പ് നിർമ്മിച്ചു. നെറ്റ്ഫ്ലിക്സ് അവരുടെ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തു. അവരുടെ ഐഡിയ വെച്ചിട്ട് അവർ സംഭവം സെറ്റ് ചെയ്തു. ഇനി ഇവർ എവിടെ റിലീസ് ചെയ്യാൻ പോകുന്നത്? ഇത് നേരെ കൊണ്ടുപോയിട്ട് ആപ്പ് സ്റ്റോറിൽ റിലീസ് ചെയ്യാണ്. അപ്പം ഇവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് നമ്പർ 1 എന്ന് പറയുന്നത്, ബേസിക്കലി ഇവർക്ക് റിയാക്ട് നേറ്റീവിലോ അതുപോലെ ഫ്ലട്ടറിലോ ഡെവലപ്പേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ 2 സെറ്റ് ഓഫ് ഡെവലപ്പർ ടീമിനെ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ വലിയ ചെലവ് അവിടെ തന്നെ വരും. ഇനി ഇവർക്ക് ഈ ഒരു ടീമിനെ ഹയർ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. സോ എല്ലാവരും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ബിഗിനിങ്ങിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കഥ. അപ്പൊ എന്തായാലും ആ ഒരു ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷെ അതല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇത് ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ റിലീസ് ചെയ്യണം. അപ്പൊ കുറച്ച് നേരത്തേക്ക് ഞാൻ നെറ്റ്ഫ്ലിക്സിന്റെ ഓണർ ആണെന്ന് വിചാരിക്കുക, കുറച്ച് നേരത്തേക്ക് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? എനിക്കിത് ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ റിലീസ് ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ടും നേരെ പോയിട്ട് അങ്ങോട്ട് റിലീസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് പ്രോസസ്സും പ്രിക്കോഷൻസും ഉണ്ടാവും. മാത്രമല്ല, നിങ്ങൾ ഇനി ഒരു യൂസർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം.
അടുത്ത പരിപാടി. ഓക്കെ, നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പം ഈ ഒരു ഓണർ എന്ന നിലക്ക് ഇത് ഈ പ്രോസസ്സും പ്രിക്കോഷൻസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്ക് സൈറ്റിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചെയ്തുകൂടെ? നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളെ യൂസർ പോയിന്റ് ഓഫ് വ്യൂവിൽ വിചാരിക്കുകയാണെങ്കിൽ ഒരു ആപ്പ് അത് ഡൗൺലോഡ് ചെയ്യണം, അതിന് കുറച്ച് സ്പേസ്, ഒന്ന് നമ്മുടെ ഇത് ഡാറ്റ ലോസ് ആവും. നമ്പർ 2 എന്ന് പറഞ്ഞാൽ അതിനൊരു സ്പേസ് അല്ലേ, കുറച്ച് മെമ്മറി ലോസ് ആവും. സോ യൂസേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്നൊരു അവസ്ഥയായിരിക്കും. സോ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞ സമയത്ത് അയാൾ എന്ത് ചെയ്തു, സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അയാൾ ബ്രൗസറിൽ ഇപ്പൊ യൂസറിന് എന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ നേരെ നമ്മൾ ബ്രൗസ് ചെയ്യുന്നു. സോ സ്വാഭാവികമായിട്ടും ആ സൈറ്റുകൾ ഇങ്ങനെ താഴെ കിടക്കും. SEO എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്തായാലും അതിനെ ബേസ് ചെയ്ത് റാങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ട് സൈറ്റുകൾ ഇങ്ങനെ കിടക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ആ ഒരു രീതിയിലായിരുന്നു ചെയ്തിരുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ ചെലവൊന്നുമില്ല. അവിടെ പല യൂസേഴ്സും എന്തായാലും കയറും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഏകദേശം ഒരു സാധ്യത വെച്ച് എന്റെ സൈറ്റിലും കയറാൻ ചാൻസ് ഉണ്ട്. അതേസമയം നിങ്ങൾ പിടിച്ച് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഒരു സാധനം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരറിയുന്നു? ആരും അറിയുന്നില്ല. രണ്ടാമത്തെ മാർഗം എന്താ, നിങ്ങൾ തന്നെ ഇത് ബ്രാൻഡ് ചെയ്യേണ്ടി വരും, അഡ്വർടൈസ് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു കാര്യമല്ല കേട്ടോ, ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഇനീഷ്യലി ആളുകൾ വെബ്സൈറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞു. ഒന്ന് ആ മെമ്മറിയുടെ കാര്യം പറഞ്ഞു നമ്മൾ, അതുപോലെ നമുക്ക് ഡാറ്റ വേണമെന്ന് പറഞ്ഞു, അതുപോലെ ലാസ്റ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം ബ്രാൻഡിങ്ങിന്റെ കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്, ഒരു റീസണും ഒന്നുമല്ല. അതേസമയം നിങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്ന ആപ്പ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആ ആളുകളെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് അതിനകത്ത് കീപ്പ് ചെയ്യണം, പുറത്തേക്കൊന്നും വിടാൻ പാടില്ല. അവർ നമ്മളെ സ്ഥലത്ത് തന്നെ വന്നിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണം. ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ കമ്പനിയാണ്, സോ അവരുടെ പിള്ളേർക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനുണ്ട്. ആൻഡ് ഓഫ്ലൈൻ ആയിട്ടും അവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റണം. ആ ഒരു സിറ്റുവേഷനിൽ ഒരു സൈറ്റ് ആണെങ്കിൽ അത് പോസിബിൾ ആണോ എന്ന് ആലോചിച്ച് നോക്ക്. ഒരു സൈറ്റ് ആണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ബൈജൂസിൽ കുറച്ച് ലെക്ചേഴ്സ് ഒക്കെ എനിക്ക് ഫ്രീ ആയിട്ട്, അതായത് ഓഫ്ലൈൻ കുട്ടികൾക്ക് ഇന്റർനെറ്റ് ഇല്ലെങ്കിലും കിട്ടണം, ആ വിധത്തിൽ വേണം എന്നാണെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ നമ്മളൊരു സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിബിൾ ആണോ? ഇല്ല. ഇനി മെജോറിറ്റി സൈറ്റുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവര് ലോഗിൻ ചെയ്ത് സൈനപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് അങ്ങനത്തെ പ്രോസസ്സിലേക്കൊന്നും അണ്ടർഗോ ചെയ്യാറില്ല. ഇപ്പൊ എല്ലാത്തിലും ഉണ്ട്. പക്ഷെ അങ്ങനത്തെ പ്രോസസ്സ്, അതായത് ഹെക്റ്റിക് ആയിട്ട് നമ്മളെ യൂസേഴ്സിനെ അവിടെ തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആപ്പിന് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ക്യാമറ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ GPS ബന്ധപ്പെട്ട് ലൊക്കേഷൻ ട്രേസ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ബ്ലൂടൂത്തുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സിന്റെ ആവശ്യമുണ്ട്. ഇത്തരം സിനാരിയോസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ നിർബന്ധമായിട്ടും ആപ്പിലേക്ക് പോകേണ്ടി വരും. കാരണം ഒരുപാട് അടിപൊളി പെർമിഷൻസും ഫീച്ചേഴ്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. സോ അതാണ് ഇതിന്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ക്രീനിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. സ്ക്രീനിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് ആളുകൾ ഫ്ലിപ്കാർട്ടിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സൊമാറ്റോന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നു. അവര് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവർ ആപ്പിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഫോണിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ബിഹൈൻഡ് ദ സീനിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ അത്തരം സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഞാൻ ക്യാമറനെ പറ്റി പറയാം. ക്യാമറ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആ ഒരു പ്രോസസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വീഡിയോയിൽ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം. ഈ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ചെക്ക് ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ആളുകൾ ഇരിക്കുന്നത് ചെറിയൊരു മൊബൈൽ സ്ക്രീനിലാണെങ്കിൽ എന്താവും അവസ്ഥ? സീനാണ്. സോ അവരെന്ത് ചെയ്യും, അവർക്ക് ബിഗ് സ്ക്രീന് വേണ്ടി വരും. അപ്പൊ അവിടെ എന്താണ്, വെബ്സൈറ്റ് ആണ് പോസിബിൾ. അതുപോലെ തന്നെ പല കമ്പനീസും അവരുടെ സെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ട്രേഡിങ് ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് വലിയ സ്ക്രീനുകളാണ് വേണ്ടത്. അവിടെ നമുക്ക് വെബ്സൈറ്റ് ആവശ്യം വരും. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓഫ്ലൈനിലും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ എപ്പോഴും എൻഗേജ് ചെയ്ത് വെക്കണം. അവർക്ക് നിരന്തരം ഇൻസ്റ്റന്റ് ആയിട്ട് മെസ്സേജുകൾ പാസ് ചെയ്യണം. ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആപ്പുമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾ എന്തായാലും ആ രീതിയിൽ ബ്രോഡായിട്ട് ചിന്തിക്കേണ്ട, ചെറിയ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കമ്പനി ഏത് വെച്ച് മുന്നോട്ട് പോകും എന്നുള്ളത്. എന്തായാലും ഒട്ടുമിക്ക ടോപ്പ് കമ്പനികൾക്ക് രണ്ടും ഉണ്ടാവും. പക്ഷെ അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക വെബ്സൈറ്റ് വെച്ചിട്ടായിരിക്കും. ഇനി മറ്റൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളൊരു ആപ്പ് സെറ്റ് ചെയ്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ നെറ്റ്ഫ്ലിക്സിന്റെ മുതലാളിയല്ലേ. അപ്പൊ നെറ്റ്ഫ്ലിക്സിൽ ഞാൻ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ഇത് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ അവിടെ പോയി പിന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. ഇതൊരു വെബ്സൈറ്റ് ആയിരുന്നെങ്കിലോ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണോ? വേണ്ട.
സോ വീണ്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, നിങ്ങൾ വീണ്ടും ഡാറ്റ ചെലവാക്കണം. അതേ ഒരു പ്രോസസ്സ് ഇവിടെ ഇല്ല സൈറ്റ് ആകുമ്പോൾ. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഞാൻ അത് ബ്രോഡായിട്ട് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നില്ല. ബിഹൈൻഡ് ദ സീനിൽ ഒരുപാട് കാര്യങ്ങൾ വെബ്സൈറ്റ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ കമ്പനീസിന്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്നും വെബ്സൈറ്റ് വെച്ചിട്ടാണ് അവർ ഡീൽ ചെയ്യുന്നത്. അതൊക്കെ ശരിക്കും സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ ഞാനൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ഒരുപാട് പല 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 ആപ്സും ഇങ്ങനെ വാച്ച് ചെയ്യുകയുണ്ടായി. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതുപോലെ എല്ലാം ഒരൊറ്റ ഷോപ്പിംഗ് സൈറ്റുകളൊക്കെ എല്ലാം കിട്ടുന്ന ഒരൊറ്റ ആപ്പ്. അപ്പൊ അതൊരു പുതിയ കോൺസെപ്റ്റാ അല്ലേ? അതിപ്പം പുതിയ കോൺസെപ്റ്റ് അല്ല. അങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ആളുകൾക്ക് എന്ത് ചെയ്യണ്ട, എല്ലാ ആപ്പും കൂടി ഡൗൺലോഡ് ചെയ്യണ്ട, ഒറ്റൊന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും, കൊള്ളാലോ എന്നാ പിന്നെ അതാകാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനൊരു ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടം ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, ക്രേസ് ആയിരുന്നു എനിക്ക് ആപ്പ് ഡെവലപ്പ് ചെയ്യണം. ഏതായാലും എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആപ്പ് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വന്ന വഴിക്ക് ഞാൻ മനസ്സിലാക്കി വെബ് ഡെവലപ്മെന്റ് വഴി പോവാണ് ബെറ്റർ. അങ്ങനെയാണ് ഞാൻ വെബ് ഡെവലപ്പർ ആയത്. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ഫാമിലിയിലെ ചില ആളുകളോട് പറഞ്ഞ സമയത്ത്, ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇതെന്താ വെബ് ഡെവലപ്മെന്റ് ഒക്കെ ഇന്ന് ആരെടുക്കുവോ, അതിന് ചാൻസ് ഉണ്ടോ, ആപ്പിന്റെ ഈ കാലമല്ലേ, ഇവിടെ എന്ത് വെബ്. അപ്പൊ അവരോട് ഞാൻ ഇന്ന് പറഞ്ഞ മറുപടിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞേക്കുന്നത്. അതായത് നിങ്ങൾ ഒരു ആസ് എ യൂസർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 100 കണക്കിന് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അത് അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആപ്പിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ഇത്ര എമൗണ്ട് ഓഫ് മെമ്മറി ചെലവാക്കുക, ഇതൊക്കെ പോസിബിൾ ആണോ? അല്ല. അപ്പൊ വെബ്സൈറ്റ് മേഖലയിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് വെബ് ഡെവലപ്മെന്റിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അന്ന് എന്നോട് ഒരു ഡിബേറ്റ് രൂപത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഒരാളുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇതിനൊരു സാധ്യതയില്ല. ശരിക്കും സാധ്യതയുണ്ട്, അവർക്ക് അറിയത്തില്ല. സോ അതാണ് ഞാൻ എപ്പോഴും പറയാറ്, നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ആ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം അറിവുള്ള ഒരാളോടല്ല, ഒരുപാട് പേരോട് ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു കാര്യം കൂടിയും ആഡ് ചെയ്യാം. മറ്റൊരു കാര്യമാണ് എൻ്റെ കുറച്ച് വായിച്ച അറിവിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ്. അതിനകത്ത് ഒന്നാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ കോവിഡിന് ശേഷം നമ്മുടെ ഗൂഗിളും എന്ത് ചെയ്തു, ആപ്പിളിനെ പോലെ തന്നെ പല പോളിസീസും കൊണ്ടുവന്നു. സോ ഒരു ആപ്പ് റിലീസ് ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ 30% അങ്ങനെ എന്തോ റവന്യൂ ഷെയർ ആണോ എന്ത് ഷെയർ ആണെന്നറിയില്ല, എന്തൊക്കെ അവർക്ക് കൊടുക്കണം, എന്തൊക്കെ എമൗണ്ട് അത് അവർക്ക് അറിയത്തുള്ളൂ, ഇത്രയും എമൗണ്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ നെറ്റ്ഫ്ലിക്സ് ആകട്ടെ, അതുപോലെ തന്നെ മിന്ത്ര ആകട്ടെ, ഏത് ആപ്പ് ആണെങ്കിലും ഇവർ ഇത്രയും എമൗണ്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവർക്ക് താങ്ങോ? ഇല്ല. അവർ മാക്സിമം അത് റെഡ്യൂസ് ചെയ്യാനേ നോക്കത്തുള്ളൂ. സോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്പോട്ടിഫൈ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു, ഞാൻ സ്പോട്ടിഫൈ ഒന്നും യൂസ് ചെയ്യാറില്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവെന്ന് വെച്ചാൽ അവരുടെ ഒരുപാട് ഫീച്ചേഴ്സ് എന്ത് ചെയ്തു, അവർ വെബ്സൈറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. കാരണം ഈ ഒരു റീസൺ ആണ്, ഞാൻ ഈ പറഞ്ഞ റീസൺ ആണ് അതിന് കാരണം. സോ അവരുടെ പേയ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വെബ്സൈറ്റിലേക്ക് അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഗൂഗിൾ ഈ ഒരു പരിപാടിയായിട്ട് വന്നപ്പോൾ അവർ വരുത്തിയ ചേഞ്ചസ് ആണ്. സോ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വെബ് ഡെവലപ്മെന്റിനും സാധ്യതകളുണ്ട്, ആപ്പ് ഡെവലപ്മെന്റിനും സാധ്യതകളുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസ് എ ബിഗിനർ നിങ്ങൾ എന്ത് വെച്ച് തുടങ്ങണം എന്നുള്ളതാണ്. ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, 100 കണക്കിന് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1, നിങ്ങളുടെ കയ്യിൽ ഒരു PC ഉണ്ടോ, ഒരു സിസ്റ്റം ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എന്താണ്, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വലിയ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ല, നിങ്ങൾക്ക് ഒരു അടുത്ത PC മേടിക്കാനുള്ള ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിലവിലുള്ള PC അത്ര വലിയ റാം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ് ഡെവലപ്മെന്റ് വെച്ചിട്ട് ജേണി സ്റ്റാർട്ട് ചെയ്യാമായിരിക്കും ബെറ്റർ. അധികം ആളുകളും പറയും ഒരു 8 GB ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് വെച്ച് മുന്നോട്ട് പോകാം. ഞാൻ പറയും ഒരു 16 GB ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പുമായി മുന്നോട്ട് പോവാം. എല്ലാവരും പോയി കഴിഞ്ഞാൽ മിക്കവാറും ലാഗ് അടിക്കും. സോ നിങ്ങളുടെ നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങളുടെ സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങളുടെ സിസ്റ്റം അത്യാവശ്യം 16 GB ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പുമായി മുന്നോട്ട് പോവാം. ഈ സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള കേട്ടോ പോകേണ്ടത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. നമ്പർ 2 എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഫീൽഡിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാം, നിങ്ങൾ വെബ് ഡെവലപ്മെന്റിൽ നിങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് പതിയെ ആപ്പിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആപ്പിലേക്ക് പോയാൽ മതി എന്ന് ഞാൻ പറയത്തുള്ളൂ. അതല്ല, നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ ഉണ്ട്, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്, അല്ലെങ്കിൽ BCA ഒക്കെ ചെയ്ത ആളാണ്, BCA ഒക്കെ ചെയ്ത്
ചെയ്തത് കൊണ്ട് കാര്യമില്ല കേട്ടോ. ഒരുപാട് പേര് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അവർ പറയും അവർക്ക് ഈ ഒരു ലാംഗ്വേജിന്റെ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ, പ്രത്യേകിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ പറയും. സോ അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളൊരു സംശയത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെന്റിൽ നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുക. അതല്ല, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ തറവായിട്ട് അറിയാം, ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഡെവലപ്മെന്റിലേക്ക് പോകാം. ഇനി അതൊന്നുമല്ല, നിങ്ങൾക്ക് ആപ്പിലേക്ക് തന്നെ പോയേ പറ്റൂ, അത്രയും വില്ലിങ്ങും കോൺഫിഡന്റും ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അവിടെയാണ് കിടക്കുന്നത്, ഒരു ആപ്പ് ഡെവലപ്പർ ആവുക എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിലേക്ക് പോവാം. കാരണം നിങ്ങൾ അത്രയും ഇൻട്രസ്റ്റഡ് ആണല്ലോ. സോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് മെയിൻ. സോ ഇത്രയും കാര്യങ്ങളെ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോന്റെ ലെങ്ത്തും കൂടും, മാത്രമല്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെവലപ്മെന്റിൽ നിങ്ങൾക്ക് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് പതിയെ ആപ്പിലേക്ക് പോകാം. അല്ല, നിങ്ങൾക്ക് ആപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്പിലേക്ക് പോകാം. ഇനി ഇതിന്റെ രണ്ടിന്റെ പോസിബിലിറ്റീസ് പറയുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ആളുകൾ വെബ്സൈറ്റിൽ നിന്ന് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെബ് ഡെവലപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വെബ്സൈറ്റ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീലാൻസ് വർക്കുകൾ ചെയ്യാൻ പറ്റും വെബ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ. അതേസമയം ആപ്പിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ അധിക ആളുകളും വെബ് ഡെവലപ്മെന്റിൽ ജേണി ബിഗിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം മതിയായ രീതിയിലുള്ള ആപ്പ് ഡെവലപ്പേഴ്സിനെ നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അവിടെയും നല്ല ഡിമാൻഡ് ഉണ്ട്, പക്ഷെ അത്രയും ആളുകൾ അവൈലബിൾ അല്ല എന്ന് കരുതി എല്ലാവരും ഇടിച്ചു കയറി ആപ്പിലേക്ക് പോകാൻ നിൽക്കണ്ട, അവിടെയും ഒരു ഇഷ്യൂ വരും. സോ ബേസിക്കലി നിങ്ങൾ ജോബിനെ കുറിച്ച് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ആ ഒരു കാര്യം ചെയ്താൽ മതി. അല്ലാതെ ജോബ് അത് സെക്കൻഡറി ആണ്. ഫസ്റ്റ് സ്കില്ല് അക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ ട്രെൻഡിങ് കാര്യങ്ങൾ അതെടുത്തിട്ടാണ് പല ആളുകളും ഇപ്പൊ മുന്നോട്ട് വരുന്നത്. ഫ്ലട്ടർ, അതുപോലെ തന്നെ നമ്മുടെ റിയാക്ട് നേറ്റീവ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാവുമ്പോൾ കമ്പനീസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നെറ്റ്ഫ്ലിക്സിന് ഇനി എന്ത് ചെയ്താൽ മതി, നെറ്റ്ഫ്ലിക്സ് എന്ത് ചെയ്യും, അതുപോലെ എല്ലാ കമ്പനീസും എന്ത് ചെയ്യും, കൊള്ളാലോ പരിപാടി, എന്നാൽ നമുക്ക് ഒറ്റ സാധനം മതി എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിലേക്ക് പോകും. സോ സ്വാഭാവികമായിട്ടും നിലവിലുള്ള ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും, ആ ലാംഗ്വേജുകൾ ഇങ്ങനെ പഠിച്ചു അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഒപ്പം പുതിയ കാരണം എന്തിനാ ഈ നിലവിലുള്ള ഡെവലപ്പേഴ്സ് ലാംഗ്വേജ് പഠിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും പുതിയ ആളുകൾ വരുമ്പോൾ അവരെ ഹയർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഈ കാര്യത്തിൽ വിവരമുള്ള കുറച്ച് ആളുകൾ ആ കമ്പനിയിൽ വേണമല്ലോ. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് പെട്ടെന്ന് ഹയർ ചെയ്തിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഉള്ള ആളുകൾ തന്നെ പഠിച്ചെടുത്തിട്ട് ആ ഒരു കാര്യം ഡെവലപ്പ് ചെയ്യും. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ രണ്ടിനും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ആപ്പ് ഡെവലപ്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൻഡ്രോയിഡ് മേഖലയിലാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഞാൻ പറഞ്ഞു 80% ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് കരുതി നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ പഠിച്ചോ, ഒരു ഇഷ്യൂസും ഇല്ല. ഓക്കെ, ലാസ്റ്റ് പാർട്ടിലേക്ക് വരികയാണ്. അത് മറ്റൊന്നുമല്ല, സാലറിയാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ബട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ എത്ര വരെ കിട്ടും എന്നുള്ള ഒരു കണക്കൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ പറയുന്നില്ല ഇപ്രാവശ്യം. ഞാൻ ഇപ്രാവശ്യം കൃത്യമായി ആവറേജ് ഇന്ത്യയിൽ എന്ത് കിട്ടും എന്ന് ഞാൻ പറയാണ്. ആസ് എ വെബ് ഡെവലപ്പർ നിങ്ങൾക്ക് ആവറേജ് സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 6 LPA എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതായത് 3 LPA മുതൽ കിട്ടുന്ന ആളുകളുണ്ട്, 6 LPA, ഇനി അതിനപ്പുറത്തേക്ക് 8 LPA 9 LPA ഒക്കെ കിട്ടുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നത് ആസ് എ ബിഗിനർ ആണ്. ഇനി അടുത്തത് ആപ്പ് ഡെവലപ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ആവറേജ് നിങ്ങൾക്ക് 7 LPA എക്സ്പെക്ട് ചെയ്യാം. സോ സ്വാഭാവികമായിട്ടും 4 LPA മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് 8, 9, 10 ആ റേഞ്ചിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരിക്കലും സാലറി എക്സ്പെക്ടേഷനുമായിട്ട് നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരരുത് എന്നാണ് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രേസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ഫേം ഒക്കെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോഡിങ്ങിനോട് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വരിക. അല്ലാതെ എനിക്ക് സാലറി ആ റേഞ്ചിലാണെങ്കിൽ നിങ്ങൾ വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പണ്ട് എനിക്ക് ഡോക്ടർ ആവാനായിരുന്നു ഇഷ്ടം. അപ്പൊ അന്ന് എന്താ കാര്യം വെച്ചാൽ മാസം 1 ലക്ഷം എന്തായാലും കിട്ടുമല്ലോ എന്നുള്ള ഒരു തോട്ടായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി, ഇപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങരൊക്കെ പറയും, എന്താ നമുക്കൊരു ക്രേസ് ആർക്കും എന്താവൂല ഡ്രീം. നമ്മൾ കേട്ടിട്ടില്ലേ ഈ പാഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫീൽഡിൽ കുറെ കാലം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് വന്നിട്ട് അങ്ങനെ ഡെവലപ്പ് ആവുന്ന ഒന്നാണ്. അല്ലാതെ ജനിച്ചപ്പോൾ തന്നെ റൊണാൾഡോ ഒരു പ്ലെയർ ആയിരുന്നില്ല. കളിച്ച് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ആള് അങ്ങനെ ആയത്. വിരാട് കോഹ്ലി ആകട്ടെ, ഇനി ഏതെങ്കിലും ആക്ടേഴ്സ് ആകട്ടെ, ഡോക്ടേഴ്സ് ആകട്ടെ, എല്ലാവരും എഫേർട്ട് എടുത്തിട്ടാണ്. അപ്പൊ ആ എഫേർട്ട് എടുക്കും തോറും അവർക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് കൂടി വരുന്ന ഒരു മൊമെന്റിൽ അത് അവരുടെ പാഷനായി മാറും. പിന്നെ അവർക്ക് അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് സംഭവം. അല്ലാതെ എന്തല്ല, ജനിച്ചപ്പോ തന്നെ ഒരാൾ ഒന്നും കൊണ്ട് ജനിക്കുന്നില്ല. മനസ്സിലായോ? ഒരു പാട്ടുകാരൻ ജനിച്ചപ്പോ തന്നെ പാട്ടും പാടി ജനിച്ച ആളല്ല. സോ ബേസിക്കലി പാഷൻ അങ്ങനെയാണ് ക്രിയേറ്റ് ആവുക. ജോർജ് കുളങ്ങര പറഞ്ഞത് വിട്ടുപോയി. പുള്ളി പറഞ്ഞത് ഇതാണ്, പുള്ളി എന്തായിരുന്നില്ല, പുള്ളിക്ക് ഇഷ്ടം ട്രാവൽ ചെയ്യാന്നുള്ളതായിരുന്നു.
പുള്ളി അതുമായിട്ട് മുന്നോട്ട് പോയി. ഒരുപാട് ഇഷ്യൂസ് വന്നു. 5 പൈസ കിട്ടാത്ത വർഷങ്ങളോളം നീണ്ട അവസ്ഥ പുള്ളിക്ക് ലൈഫിൽ വന്നു. പക്ഷെ അദ്ദേഹം വിട്ടുകൊടുത്തില്ല, അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു ആ പാത്ത്. ഇന്ന് കോടികളാണ്. നിങ്ങൾ ആലോചിച്ചു, സഫാരിയൊക്കെ റൺ ചെയ്യുന്നത് എന്താണ്? ഞാൻ ബ്രാൻഡിങ് എടുക്കല്ലോ കേട്ടോ സഫാരിന്റെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. സഫാരിയൊക്കെ ആലോചിച്ചു, 5 പൈസ ഇല്ലാതെ സഫാരി എന്ന് പറഞ്ഞൊരു ചാനലൊക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളി നടത്തിയ ട്രാവലിങ്ങിന്റെ കാസറ്റൊക്കെ 3000, 4000, 5000 രൂപ കൊടുത്തിട്ട് ആളുകൾ മേടിക്കാൻ ഉണ്ടെങ്കിൽ, സോ അതാണ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ പാഷൻ എന്താണോ അതിന് പിന്നാലെ പോയാൽ മതി. അത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ബാക്കിയൊക്കെ വന്നോളും. അല്ലാതെ സാലറി, പൈസ ഇങ്ങനത്തെ ഒരു ധാരണ വെച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. സോ ആ ഒരു രീതിയിൽ കാര്യങ്ങളെ എടുക്കുക, കാര്യങ്ങളെ കാണുക. നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മനുഷ്യനാണ്, പറയുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഒരു ലൈക്ക് തരിക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഒരുപാട് ടോപ്പിക്സിൽ ഒരുപാട് ഡിസ്കഷൻസുമായിട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ, അതായത് ഈ വീഡിയോക്കകത്ത് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് ചെയ്യാവുന്നതാണ്. ഒത്തിരി സ്നേഹം, ഒത്തിരി ഇഷ്ടം. മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരെ ബൈ.